ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നിരത്തുകളിലും വീടുകളിലും. ഉണ്ണിയേശുവിനെ കാണാൻ എത്തിയവർക്ക് വഴികാട്ടിയായ നക്ഷത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എഴുത്തുകാരനും പ്രാസംഗികനുമായ ഫാദർ ജെറിൻ പൊയ്ക നമ്മോടൊപ്പം ചേരുന്നു. നമുക്കറിയാം, പണ്ട് ഉണ്ണിയേശുവിന്റെ പിറവിക്ക് രാജാക്കന്മാർക്ക് വഴികാട്ടിയായിട്ടാണ് ഈ നക്ഷത്രം അന്ന് നിന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? തീർച്ചയായും നക്ഷത്രം നമ്മുടെ എല്ലാം മനസ്സിൽ ഒത്തിരിയേറെ സുന്ദരമായിട്ടുള്ള ഓർമ്മകളായിട്ട് എപ്പോഴും ഉണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാൾ മുതൽ നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവര് ആകാശത്ത് നമ്മളെ നോക്കി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്റെ വല്യമ്മച്ചി ഒരു കോട്ടയംകാരത്തി, ഒരു അച്ചായത്തി ആയിരുന്നു. അപ്പം ചട്ടയും മുണ്ടും ഒക്കെയാണ് കൊടുത്തിരുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ വല്യമ്മച്ചി എന്റെ കൂട്ടുകാരി കൂടിയായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പം ഈ ആകാശത്ത് നിറഞ്ഞു നിന്ന ഒരു വാൽ നക്ഷത്രത്തെ നോക്കി എന്റെ ചട്ടയും മുണ്ടും നമുക്കറിയാലോ, ഒരു ചെറിയ വാലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വാലുള്ള വല്യമ്മച്ചിയാണോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒത്തിരിയേറെ നാൾ നിന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം പറയുന്നുണ്ട്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. തീർച്ചയായും വലിയൊരു സന്തോഷത്തിന്റെ ഓർമ്മയാണ്. പ്രപഞ്ചം അവന്റെ വരവിനെ ആഘോഷിക്കുന്നത് തിരിതെളിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ ആരംഭിക്കുമ്പോൾ തിരിതെളിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കും. അതുപോലെ ഈ നക്ഷത്രം രക്ഷകന്റെ വരവ് ആഘോഷിച്ചത് ഈ തിരിതെളിച്ചുകൊണ്ട് ആയിരുന്നു എന്നുള്ളതാണ്. വെളിച്ചമായി മാറുക എന്നതിൽ വലിയൊരു നിയോഗമുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. കാരണം നമ്മള് പിന്നെ കവിമൊഴികളുണ്ടല്ലോ, മെഴുതിരികൾ എന്ന കവിതയില് കത്തിയിരിക്കണം കണ്ണടയും വരെ തപ്തഭാഷണം തൂകി നിന്ന് ചിരിക്കണം, കത്തിയെരിയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭചരിയാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള സുന്ദരമായ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടമെങ്കിലും ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്കാണ് ഈ ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറാൻ സാധിക്കുക. അതുപോലെ തന്നെ ഉത്സവപ്പറമ്പുകളെ പോലും പ്രകാശമാക്കി മാറ്റാനായിട്ട് സാധിക്കുക എന്നുള്ള സുന്ദരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരിക്കലും ഗുരു ശിഷ്യനോട് ചോദിക്കുന്നുണ്ടല്ലോ, അന്ധകാരം മാറി പ്രകാശം വരുന്നത് എപ്പോഴാണ്? ഒത്തിരിയേറെ ഉത്തരങ്ങൾ ഗുരുവിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഗുരുവിന് ഏറ്റവും അവസാനം ലഭിച്ച ഉത്തരം എങ്ങനെയായിരുന്നു? അടുത്ത് നിൽക്കുന്നത് സഹോദരനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചറിവിന്റെ ഒരു സന്തോഷമാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് നൽകുന്നത്. 1000 നക്ഷത്രങ്ങൾ കൺചിമ്മാതെ കാവലിരുന്നാലും നിന്റെ ഉള്ളിലെ മൺചിരാതിൽ ഒരു പുഞ്ചിരിക്കാൻ ഒരു തിരുനാളം പോലും ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ യാത്രകളെല്ലാം ഇനിയും ഇരുട്ടിലാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ കുറിച്ചിടാം. രണ്ടാമതായിട്ട് വഴികാട്ടികൾ എന്നുള്ളൊരു ചിന്തയാണ് നക്ഷത്രം നമുക്ക് നൽകുന്നത്. അങ്ങനെയും ചിലരുടെ ജീവിതത്തിൽ വേണം നക്ഷത്രങ്ങളെ കണക്കെ എപ്പോഴും കൂടെ നടക്കാൻ. ഇരുണ്ട മാനത്തിന് അഴകായിട്ട് മാറാൻ മാത്രമല്ല, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വഴികാട്ടിയായി തീരാൻ. പണ്ട് കാലിത്തൊഴുത്തിലെ ആ കുഞ്ഞ് വാൽനക്ഷത്രം കാലിത്തൊഴുത്തിലേക്ക് അവരുടെ യാത്രയില് വഴികാട്ടിയായി തീർന്നതുപോലെ മറ്റുള്ളവരെ വഴികാട്ടി മുമ്പോട്ട് നയിക്കുന്ന ഒരു താരകമായിട്ട് മാറാനായിട്ടുള്ള ഒരു ക്ഷണം കൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തളർന്നു പോയെന്ന് തോന്നി തുടങ്ങുമ്പോൾ മിഴികൾ ഉയർത്തി എനിക്ക് തോന്നുക, മാനത്തേക്കൊന്ന് നോക്കണം. വഴികാട്ടിയായ നക്ഷത്രങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇനിയും തേടിയിറങ്ങാത്തത് നമ്മൾ തന്നെയാണ്. ഇരുണ്ട രാത്രിയെ ക്രിസ്മസ് രാവാക്കാൻ പുഞ്ചിരിക്കുന്ന ഒരു നക്ഷത്ര വിളക്ക് മതിയെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇരുൾ നിറഞ്ഞ നമ്മുടെയൊക്കെ ആകാശത്തിലും ഒരു നക്ഷത്രം ഉദിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. പിറന്ന് വീഴുന്നവരെല്ലാം ദൈവപുത്രന്മാരായതുകൊണ്ടാണല്ലോ ഇന്നും ആകാശത്തിൽ ഒത്തിരിയേറെ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെല്ലാം ദൈവപുത്രന്മാരായിട്ട് വളർത്തിയെടുക്കണമെന്നുള്ള ഓർമ്മ കൂടെ ആകാശത്തിലെ ആ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നൽകുന്നുണ്ട്. അതുകൊണ്ട് വർഷങ്ങളോളമായിട്ട് പതികന്റെ കാലിൽ മുറിവേൽപ്പിക്കാനായിട്ട് പതിയിരിക്കുന്ന കരിങ്കൽ കഷ്ണത്തിന്റെ കാഠിന്യത്തെക്കാൾ ഒരു നിമിഷത്തേക്കാണെങ്കിലും പതികന് പാതയിൽ പ്രകാശമായി തീരുന്ന മിന്നൽ പെണ്ണിന്റെ നൈമിഷികതയാണ് കൂടുതൽ അഭികാമ്യം എന്നെവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. അതുകൊണ്ട് കത്തിയെരിയാനായിട്ടുള്ള ഒരു ആഹ്വാനമായി നക്ഷത്രം നമുക്ക് നൽകുന്നത്, ക്രിസ്തുവിനെ പോലെ കത്തിയെരിഞ്ഞു തീരാം, നിറമൽപ്പം മങ്ങിയാല് സാരമില്ല, ഉള്ളിലെ വെളിച്ചമാണ് അഴകെന്ന് നക്ഷത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിറന്ന് വീഴുന്നവരെല്ലാം ദൈവപുത്രന്മാരാകട്ടെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരി തെളിക്കാൻ ആയിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ തിരി ഒന്ന് കൈക്കുമ്പിൾ കൊണ്ട് ചേർത്ത് പിടിക്കാനെങ്കിലും ആയിട്ട് നമ്മൾ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ നക്ഷത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രകാശമായിട്ട് മാറാനും പ്രകാശത്തിലേക്ക് വഴി നയിക്കാനും, അല്ലെങ്കിൽ ഈ കൈക്കുമ്പിൾ കൊണ്ട് ഈ കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ ഒന്ന് കാത്തു സൂക്ഷിക്കാനും കൂടെയുള്ള ഒരു ആഹ്വാനമാണ്.
എനിക്ക് തോന്നുക നക്ഷത്രം ഇനിയും നമ്മുടെയൊക്കെ വാതിൽപ്പടികളിൽ കത്തി എരിയുമ്പോഴും തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉള്ളില് ആ കുഞ്ഞു പ്രകാശം അണഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള സുന്ദരമായ ഒരു ചോദ്യം. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവത്തെ ഹൃദയത്തില് വരവേൽക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഉള്ളിലെ ആ തിരുനാളത്തെ കത്തി എരിയിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശമാക്കി മാറ്റുവാനൊക്കെ ആയിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.